Hi everyone. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതിൽ നിന്നൊരു മിനിമം 2 ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്, റൈറ്റ്? സോ എന്താ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്? ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ വേറെ പേരാണ് ആന്റിബോഡീസ്. ദർ ഓൾസോ കോൾഡ് ആന്റിബോഡീസ്. ഇനി നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസിന് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബി സെൽസ് ആണ്. ഓക്കെ, ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം WBCസിൽ പല സെൽസും ഉണ്ട്. അതിൽ ഒന്നാണ് ഇത് ബി ലിംഫോസൈറ്റ്സ്. ഓക്കെ, ബി ലിംഫോസൈറ്റ്സ്. അപ്പോൾ ബി ലിംഫോസൈറ്റ്സ് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ വന്നു എന്ന് വെക്കുക. ഓക്കെ, വാട്ട് ഈസ് ആന്റിജൻ? ആന്റിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ പ്രോട്ടീൻ ആണ്. ഓക്കെ, ഫോറിൻ ആയിട്ടുള്ള ഏത് പ്രോട്ടീൻ വന്നാലും നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനോട് റിയാക്ട് ചെയ്യും ബൈ പ്രൊഡ്യൂസിങ് ആന്റിബോഡീസ്, റൈറ്റ്? അപ്പോൾ ഫോറിൻ പ്രോട്ടീൻ എന്ത് രൂപത്തിലാവാം? ബാക്ടീരിയയുടെ രൂപത്തിലാവാം, വൈറസ് ആവാം, അല്ലെങ്കിൽ വല്ല ടോക്സിൻസും ആവാം, അല്ലെ? അപ്പോൾ ആന്റിജൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫോറിൻ പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും? ബി സെൽസിനെ ആക്റ്റീവ് ആക്കും. ആർക്കും ബി സെൽ ആക്ടിവേഷൻ. ഓക്കെ, ബി സെൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് എന്തായി മാറും? പ്ലാസ്മ സെൽസ് ആയി മാറും. പ്ലാസ്മ സെൽസ് എന്ത് ചെയ്യും? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന ആന്റിബോഡീസ് പിന്നെ ഈ ആന്റിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ആൻഡ് വി കോൾ ഇറ്റ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ, റൈറ്റ്? അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൊന്നാണ് ഇത് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കുന്നത് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റിയിലായതുകൊണ്ട്, ബട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ എ മേജർ പാർട്ട് ഓഫ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ വരുന്നത് ആന്റിബോഡിന്റെ സ്ട്രക്ചർ ആണ്. ആന്റിബോഡിന് ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഉള്ളത്, റൈറ്റ്? ഈ വൈ ഷേപ്ഡ് സ്ട്രക്ചർ നോക്കുമ്പോൾ യു ക്യാൻ സീ 2 ഡിഫറെൻറ്റ് ചെയിൻസ്. ഇതിനെ നമ്മൾ ഹെവി ചെയിൻ എന്നും, ഓക്കെ, ഹെവി ആയിട്ടുള്ള 2 ചെയിൻസ് ഉണ്ട്, ഹെവി ചെയിൻ എന്നും, പിന്നെ ഇതിന് നമ്മൾ റെഡ് കളേർഡ് ചെയിനെ നമ്മൾ ലൈറ്റ് ചെയിൻ എന്നും വിളിക്കും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് 2 ഹെവി ചെയിനും ഉണ്ടാവും, 2 ലൈറ്റ് ചെയിനും ഉണ്ടാവും. ഇവിടെ 2 ലൈറ്റ് ചെയിനും ഉണ്ട്, ഈ രണ്ടെണ്ണം എന്താ? ഹെവി ചെയിനും ഉണ്ട്, അല്ലെ? അപ്പൊ ഈ 2 ഹെവി ചെയിനും ഈ ലൈറ്റ് ചെയിനും തമ്മിൽ എന്തുണ്ട്? ബോണ്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ബോണ്ട് ഇസ് ഡൈസൾഫൈഡ് ബോണ്ട്. ഓക്കെ, ഏത് ബോണ്ടാണ്? ഡൈസൾഫൈഡ് ബോണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെ വരുന്നത്? ഡൈസൾഫൈഡ് ബോണ്ട്. അതേപോലെ തന്നെ ഈ ഹെവി ചെയിൻസ് തമ്മിലും ബോണ്ടിങ് വരുന്നുണ്ട്, കോവാലന്റ് ബോണ്ടിങ്ങും ഡൈസൾഫൈഡ് ബോണ്ടുകളും. ഓക്കെ, അപ്പം ഇവിടെ ആന്റിബോഡി എടുത്തു കഴിഞ്ഞാൽ അതിന് 2 റീജിയൻസ് ഉണ്ടാവും. ഒന്ന് വേരിയബിൾ റീജിയൻ എന്നും, ഓക്കെ, ഈ ഏരിയ നിങ്ങളുടെ ഒരു ഹെവി ചെയിനും ഒരു ലൈറ്റ് ചെയിനും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു വേരിയബിൾ റീജിയനും, പിന്നെ 2 ഹെവി ചെയിനും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റന്റ് റീജിയൻ. ഓക്കെ, അപ്പൊ പേരും കൊണ്ട് തന്നെ മനസ്സിലാവും, വേരിയബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? വേരിയബിൾ ആണ്, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ആന്റിബോഡിക്കും എന്തായിരിക്കും? വേരിയബിൾ റീജിയൻ വേറെ വേറെ ആയിരിക്കും. ബട്ട് കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെയിം ഇൻ ഓൾ ആന്റിബോഡീസ്. ഓക്കെ, അപ്പം ഇതെന്താ അങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആന്റിജൻ വരുമ്പോൾ അതിന് പലപ്പോഴും എന്തായിരിക്കും? പല സ്ട്രക്ചേഴ്സും ആയിരിക്കും, അല്ലെ? അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും? ഈ വേരിയബിൾ റീജിയന്റെ സ്ട്രക്ചറും എന്ത് ചെയ്യും? വേരി ചെയ്യും. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ആന്റിജന് പോയിട്ട് ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ വേരിയബിൾ റീജിയനിലാണ് എന്ത് വരുന്നത്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് വരുന്നത്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഫാബ് റീജിയൻ. ഫാബ് എന്താ? ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റ്. ഓക്കെ, അപ്പൊ ദിസ് ഏരിയ ഇസ് ദി ഫാബ് റീജിയൻ. ഇതെന്താണ്? ഇത് FC പോർഷൻ. FC പോർഷൻ ആരായിട്ടാ പോയി ബൈൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ബോഡിയിലുള്ള സെൽസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ IgE. ഓക്കെ, IgE എന്ത് ചെയ്യും? ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, എന്ത് ചെയ്യും? മാസ് സെല്ലും ബേസോഫിൽസും ഒക്കെ ആയിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെ ബൈൻഡ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇതാണ് സെല്ല് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ FC പോർഷനാണ് ബൈൻഡ് ചെയ്യുക. ഇതെന്താ? ഇത് ഫാബ് റീജിയൻ ആണ്. ഇതെന്ത് ചെയ്യാണ്? ഇറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ ദി ആന്റിജൻ. ഓക്കെ, റൈറ്റ്? അപ്പോൾ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതൊക്കെയാണ്? വി ഹാവ് 5 ഡിഫറെന്റ് ടൈപ്സ്. അതിൽ ഏതൊക്കെയാണ്? IgG ഉണ്ട്, A ഉണ്ട്, M ഉണ്ട്, E ഉണ്ട്, ആൻഡ് D ഉണ്ട്. ഹൗ ടു റിമെമ്പർ? ഗെയിം D. ഓക്കെ, ഗെയിം D. ഇപ്പൊ IgG, IgA, IgM, IgE ആൻഡ് IgD. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് IgG. എന്താ ഓർക്കേണ്ടത്? ഇറ്റ് ഇസ് ദി മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി. മോസ്റ്റ് അബണ്ടന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബോഡിയിൽ കാണുന്ന ആന്റിബോഡി ആണ് IgG, റൈറ്റ്? വെർ ഇസ് ഇറ്റ് പ്രസന്റ് ഇൻ ബ്ലഡ് സെറം. എത്ര മാത്രം ഉണ്ട്? 80%ഉം എന്താണ്? IgG ആണ്. ഓക്കെ, ഇനി ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിന്ന് വെക്കുക. ഇപ്പോൾ ഒരു ബാക്ടീരിയ ബോഡിയിലോട്ട് വന്നു എന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യും? അതിന്റെ അഗെയിൻസ്റ്റിൽ, അതിൽ ആന്റിജൻ ഉണ്ടല്ലോ, അതിന്റെ അഗെയിൻസ്റ്റ് ബോഡി എന്ത് ചെയ്യും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബോഡി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി, ഇവിടെ പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയാണ് IgM. ഓക്കെ, IgMന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, IgM എന്ത് ചെയ്യും? പെട്ടെന്ന് റൈസ് ആവും. ഓക്കെ, ഒരു ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് റൈസ് ആവും. അതേപോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? അതിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു റീസെന്റ് ഇൻഫെക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നോക്കുക? യു വിൽ ലുക്ക് അറ്റ് IgM, റൈറ്റ്? ബട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷൻ കുറെ കാലമായി വെക്കുക. അപ്പോൾ ക്രോണിക് ഇൻഫെക്ഷൻ ആണ് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ലുക്ക് അറ്റ് IgG. കാരണം എന്താ? IgG എന്ത് ചെയ്യുള്ളൂ?
പതിയെ പതിയെ എന്ത് ചെയ്യുള്ളൂ ബ്ലഡിൽ കൂടുള്ളൂ. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുറേ കാലം ബ്ലഡിൽ തന്നെ കാണും. റൈറ്റ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഗിവ്സ് വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി? ഇറ്റ് ഗിവ്സ് എ ലോങ് ടേം ഇമ്മ്യൂണിറ്റി. ഓക്കെ. അപ്പൊ ഇൻഡിക്കേറ്റർ ഓഫ് എന്താണ്? ഇറ്റ് ഇസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ക്രോണിക് ഇൻഫെക്ഷൻ. സോ ഇറ്റ് ഇസ് ദി മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി. ഇറ്റ് ഗിവ്സ് യു ലോങ് ടേം ഇമ്മ്യൂണിറ്റി. ഓക്കെ. ഇനി G4 നോർക്ക ഗെസ്റ്റേഷൻ. G4 ഗെസ്റ്റേഷൻ. റൈറ്റ്. ഗെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ലേഡി ഈസ് വാട്ട്? Pregnant, അല്ലേ? ബേബി ഉണ്ട് അല്ലേ വയറ്റില്. സോ ലേഡി ഈസ് pregnant, right? IgG is the antibody that can cross placenta and reach fetus. പ്ലാസെന്റനെ ക്രോസ് ചെയ്തിട്ട് ബേബിയിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ആന്റിബോഡിയാണ് ഇത് IgG, right? So it can cross placenta and give immunity to the newborns. Okay. എന്ത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി തരാൻ പറ്റുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ. പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ പാസീവും ആക്റ്റീവും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഇമ്മ്യൂണിറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ടു, ആക്റ്റീവ് ആൻഡ് പാസീവ്. റൈറ്റ്. പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് ആന്റിബോഡി പുറത്തുനിന്ന് കിട്ടുന്നത്. റൈറ്റ്. ഇപ്പൊ ഇവിടെ ബേബിന്റെ കേസ് എടുത്ത് നോക്കിയാൽ ബേബിന്റെ ബോഡി ആണോ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രം ദി മദർ, അല്ലേ? കുട്ടിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മദറിന്റെ അടുത്ത് കിട്ടുന്നത്, പ്ലാസെന്റ വഴി. അപ്പോൾ ഇറ്റ് ഈസ് വാട്ട്? പാസീവ് ഇമ്മ്യൂണിറ്റി. പക്ഷെ ബേബിന്റെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വിൽ കോൾ ഇറ്റ് വാട്ട്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റി വഴി കിട്ടുന്ന ആന്റിബോഡിയാണ് ഇത് IgG. ആക്റ്റീവ് വഴി ഏതാ? IgM ആണ് കേട്ടോ. IgM. അപ്പോൾ ബേബിന്റെ ബോഡി ആദ്യമായിട്ട് ഇവിടെ ഒരു ഹ്യൂമൻ ആസ് നമ്മൾ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വാട്ട്? IgM. റൈറ്റ്. IgM. പക്ഷെ നമുക്ക് ഇനീഷ്യലി കിട്ടുന്നത് എന്താ? ഫ്രം ദി മദർ. ഇറ്റ് ഈസ് IgG ആൻഡ് ദാറ്റ് ഇസ് ത്രൂ പ്ലാസെന്റ. ഓക്കെ. അടുത്തതാണ് ഇറ്റ് കോസസ് വാട്ട്? എൻഹാൻസസ് phagocytosis. Okay, the phagocytosis. Phagocytosis is when macrophages come and engulf bacteria, അല്ലേ? അപ്പോൾ macrophages ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ സ്യൂഡോപോഡ്സ് ഒക്കെ ഇങ്ങനെ വെച്ച് ഇറ്റ് വിൽ എൻഗൾഫ് ബാക്ടീരിയ. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്ടീരിയനെ ലൈസ് ചെയ്ത് കളയും. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഫാഗോസൈറ്റോസിസ്. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ IgG എന്ത് ചെയ്യും പറഞ്ഞാൽ ഓപ്സണൈസേഷൻ നടത്തും. ഓപ്സണൈസേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആദ്യം എന്ത്? ബാക്ടീരിയ അപ്പോൾ ബ്ലഡിലോട്ട് എത്തിയെന്ന് വെക്കുക. അവിടെ എന്തുണ്ട്? ബ്ലഡ് സെറത്തിൽ IgG ഉണ്ട്, അല്ലേ? അപ്പോൾ IgG എന്ത് ചെയ്യും? പോയിട്ട് ബാക്ടീരിയ ആയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഏത് റീജിയൻ വെച്ചാൽ ബൈൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈൻഡിങ് യൂസിങ് ഫാബ് റീജിയൻ. റൈറ്റ്. ഏത് റീജിയൻ ആണ് ഫ്രീ ആയിട്ടുള്ളത്? FC റീജിയൻ. അപ്പോൾ FC റീജിയൻ ആയിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ മാക്രോഫേജ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത്? നമ്മൾ ഇപ്പോൾ പറയാം എന്ത്? ഈ ബാക്ടീരിയന്റെ ചുറ്റും IgG പോയി നിന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിന് മാക്രോഫേജിന് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്ത് കൊടുക്കണം, അല്ലേ? in a more approachable form, right? അല്ലേ? അപ്പോൾ it becomes easy for macrophage to come and phagocytose bacteria, right? അപ്പോൾ നമ്മൾ ബ്രെഡിൽ ചാം തേക്കണ പോലെ കൂടുതൽ ടേസ്റ്റി ആക്കുക ചെയ്യുന്നത്, അല്ലേ? ആര്? IgG. എന്തിന്? ബാക്ടീരിയനെ. ആർക്ക് വേണ്ടി? മാക്രോഫേജിന് വേണ്ടി. ഓക്കെ. സോ ദാറ്റ് ഇസ് phagocytosis opsonization caused by which antibody? IgG. ഓക്കെ. പിന്നെ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ് സിസ്റ്റം. എന്താ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്ലഡിൽ പല പ്രോട്ടീൻസും ഉണ്ട്. ലൈക്ക് വി ഹാവ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്, അല്ലേ? പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. സിമിലർലി യു ഹാവ് we have a protein called complement system. Okay, complements ഉണ്ട് എന്തുണ്ട്? ബ്ലഡിൽ കുറേ പ്രോട്ടീൻസ് ഉണ്ട്. അതൊക്കെ എന്തായിരിക്കും? ഇൻആക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ടീരിയ വരുമ്പോൾ ആന്റിജൻ, ബാക്ടീരിയയിലെ ആന്റിജനും ഇവിടെ IgGയും കൂടി തമ്മിൽ എന്ത് ചെയ്യും? ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സ് പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് എന്ത് ചെയ്യും? ആക്റ്റീവ് ആക്കും. ഓക്കെ. ഇറ്റ് ആക്ടിവേറ്റ്സ് ഇറ്റ്. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും? ഈ കോംപ്ലിമെന്റ് സിസ്റ്റം ദെൻ കിൽസ് ദി ബാക്ടീരിയ ബൈ കോസിങ് പെർഫോറേഷൻസ്. അതിലൊക്കെ എന്ത് ചെയ്യും? ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇറ്റ് വിൽ കിൽ ദി ബാക്ടീരിയ. റൈറ്റ്. അപ്പോൾ IgGക്ക് എന്തുണ്ട്? എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്? കോംപ്ലിമെന്റ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. റൈറ്റ്. പക്ഷേ മോർ പൊട്ടന്റ് ആരാണ് ആക്ടിവേറ്റ് ചെയ്യണതിൽ? IgM ആണ്. സോ ഇഫ് ഇൻ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റിബോഡീസ് can activate complement system. പിന്നെ അതിൽ ഓപ്ഷൻസ് ആയിട്ട് if you have IgG, IgM, both. Okay, both. Then the answer will be IgM. Reason? IgM is more potent. Okay, more potent ആയതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നോക്കാം. Right. So what are the points to remember in IgG? First one, it gives you a long-term immunity. അല്ലേ? long-term immunity തരും. എന്ത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസിനെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്? We can detect chronic infections, not immediate infections. Okay, recent infections ആണെങ്കിൽ it will be IgM, right? Then it can cross placenta and give the baby what? Passive immunity, right? Then it can cause phagocytosis, enhance phagocytosis by causing what? Opsonization. Final point on the, it can
activate complement system. Okay, complement system, but less potent than IgM. Okay, next is IgA. IgE, mucosal immunity. Okay, so നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ള ധാര IgG ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് IgA. എവിടെയുള്ളത്? മ്യൂക്കോസൽ സെക്രീഷൻസിലുള്ളത്. അപ്പൊ മ്യൂക്കോസ് ഒക്കെ എവിടെ ഉണ്ടാവും? നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ടാവും അല്ലെ? അതേപോലെ തന്നെ എവിടെ ഉണ്ടാവും? നമ്മുടെ GIT-യിലുണ്ട് അല്ലെ? മ്യൂക്കോസ് പിന്നെ എവിടെയുള്ളത്? നമ്മുടെ മൗത്തിലുണ്ട്, റൈറ്റ്? സോ വി ഹാവ് ദിസ് saliva, right? പിന്നെ in our eyes we have the mucosa, right? Tears. പിന്നെ വരുന്ന റെസ്പിറേറ്ററി, gastrointestinal secretions. ഇവിടെയൊക്കെ എന്തുണ്ട്? മ്യൂക്കോസ ഉണ്ട്. മ്യൂക്കോസിൽ എന്തുണ്ട്? ഏത് ആന്റിബോഡി ഉള്ളത്? മെയിൻലി IgA, റൈറ്റ്? IgA. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫസ്റ്റ് പാത്തോജൻ കയറി കഴിഞ്ഞാൽ അതിനാദ്യം ആരാ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്ന? ഇറ്റ് വിൽ ബി യുവർ IgA, റൈറ്റ്? സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് വാട്ട്? ഫസ്റ്റ് ലൈൻ ഡിഫൻസ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഡിഫൻസ് തരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് IgA, right? IgA. Okay, now it is also present in breast milk. Like breast milk ഉള്ളത് കൊണ്ട് baby once it is born, വയറ്റിലായിരിക്കുന്ന സമയത്ത് it will be getting what? IgG. പക്ഷെ once it is born, അതിന് ഏതാ കിട്ടുക? പിന്നെ it gets its antibodies through breast milk. അത് ഏതാണ്? IgA, right? അപ്പോൾ ഏറ്റവും കൂടുതൽ കൊളസ്ട്രം is the first milkൽ ഏറ്റവും കൂടുതലുള്ള ആന്റിബോഡി ഏതാന്ന് ചോദിച്ചാൽ it is what? It is your IgA, right? IgA. ഇനി ഹ്യൂമൻസിൽ പല ആന്റിബോഡീസിലും ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അത് കാരണം പല ഡിസീസസും വരാറുണ്ട്. ഓക്കെ, പക്ഷെ ഒരു ആന്റിബോഡീനെ മാത്രം ഡെഫിഷ്യൻസി ആയിട്ട് പറഞ്ഞാൽ IgM ഉണ്ട്, ആവശ്യത്തിന് IgGയും ഉണ്ട് അല്ലെ? ബാക്കിയുള്ള എല്ലാതരവും ഉണ്ട്, പക്ഷെ എന്തില്ല? സിംഗിൾ ആയിട്ട് IgAന്റെ മാത്രം ഡെഫിഷ്യൻസി ആയിട്ട് കാണാറുണ്ട്, റൈറ്റ്? അപ്പോൾ അങ്ങനെ സെലക്റ്റീവ് ഡെഫിഷ്യൻസി ഏത് ആന്റിബോഡീൻ്റെ കാണാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി IgA, റൈറ്റ്? IgA. നമ്മൾ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി സെക്രീഷൻസിലൊക്കെ കാണാറുണ്ട് അല്ലെ? മ്യൂക്കോസൽ സെക്രീഷൻസ്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസിലൊക്കെ എന്തുണ്ട്? IgA ഉണ്ട്. അതില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ IgAന്റെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഏതാ? ഇറ്റ് വിൽ ബി recurrent respiratory and gastrointestinal infections. Okay. Next is IgM. Okay, IgM എന്താ? ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ പെട്ടെന്ന് ബോഡിയിൽ റൈസ് ചെയ്യുന്ന ആന്റിബോഡി ആണ് ഇത് IgM. So that is the first thing, right? First antibody produced during an infection. അപ്പോൾ പ്രൈമറി റെസ്പോൺസിൽ ഉണ്ടാവുന്ന ആന്റിബോഡിയാണ് IgM. പ്രൈമറി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിന്ന് വെക്കുക. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യമായിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാ? IgM. ഓക്കെ, ഒരു സെക്കൻഡ് ടൈം ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? ബോഡിക്ക് ഫൈറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ടൈമിൽ ഉണ്ടാവുന്നത് ഏതാ? IgGM. ഓക്കെ, അപ്പോൾ പ്രൈമറി റെസ്പോൺസിൽ IgMഉം സെക്കൻഡറി റെസ്പോൺസിൽ IgGയും ആയിരിക്കും. ഓക്കെ, റൈറ്റ്? സോ ഫസ്റ്റ് തിങ്, ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ദ antibody that rises first is your IgM, right? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹൈ ലെവൽസ് ഒരാൾക്ക് IgM ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവന് ഈ അടുത്ത ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നർത്ഥം, അല്ലേ? സോ ദാറ്റ് മീൻസ് ഹി ഹാഡ് എ റീസെന്റ് ഇൻഫെക്ഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡിയിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ആന്റിബോഡി ഏതാ? അപ്പോൾ നമുക്ക് IgA മദർന്ന് ത്രൂ മിൽക്ക് കിട്ടും അല്ലെ? അതേപോലെ തന്നെ വി ഗെറ്റ് IgG ഫ്രം മദർ ത്രൂ പ്ലാസെന്റ. പക്ഷെ അത് നമുക്ക് കിട്ടണം. നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഫസ്റ്റ് ആന്റിബോഡിയാണ് ഇത് IgM, റൈറ്റ്? സോ ഫസ്റ്റ് ആന്റിബോഡി formed in life is IgM. നമ്മൾ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷന്റെ സമയത്ത് പറഞ്ഞു IgG can do it, but the most potent, അല്ലെ? എങ്ങനെ ഓർക്കാം? M for most potent activator of your complement system. Ara, it is IgM. That is your third point. Okay. Now, ഇപ്പോൾ നമ്മൾ IgGന്റെ കേസ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് എ സിംഗിൾ ഒരൊറ്റ ആന്റിബോഡി മാത്രമായിരുന്നു. IgAന്റെ കേസ് നോക്കിയപ്പോൾ forgot to mention it has what? 2 units, അല്ലെ? രണ്ടെണ്ണം ഉണ്ട്. They are joined by J chain. In the chain വഴി they are joined by J chain. Okay. Similarly, നിങ്ങളുടെ IgM എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇസ് എ പെന്റാമർ. ഓക്കെ, പ്ലാസ്മ സെൽസ് അതിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെന്റാമർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെ? അപ്പോൾ ദേ ആർ അഗൈൻ ജോയിൻഡ് ബൈ J chain. ഡൈസൾഫൈഡ് ബോണ്ടും ഉണ്ട്, കൂടാതെ ഇത് ചെയിൻ ഉണ്ട്, J chain ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് കീപ്പിംഗ് ഓൾ ദീസ് യൂണിറ്റ്സ് ടുഗദർ. ഓക്കെ, പക്ഷേ നമ്മൾ പൊതുവേ കാണുക IgMനെ സെൽസിന്റെ സർഫസിൽ കാണുമ്പോൾ ബി സെൽസിന്റെ ഒക്കെ സർഫസിൽ കാണാറുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? മോണോമർ ആയിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷെ നമ്മുടെ പ്ലാസ്മയിലൊക്കെ കാണുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ പെന്റാമർ. ഓക്കെ, പെന്റാമർ പ്ലാസ്മയിൽ ഉള്ളതാണ് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ABO ടൈപ്പ് ഓഫ്
blood grouping. അപ്പോൾ ABO type of blood grouping കാണുന്ന antibody ഏതാ? It is IgM. For example, if somebody is let's say B positive. Okay, B positive ആണെന്ന് വെക്കാം ബ്ലഡ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ RBCന്റെ മേലെ ഉണ്ടാവുന്ന ആന്റിജൻ ഏതായിരിക്കും? ഇറ്റ് വിൽ ബി ബി ആന്റിജൻ അല്ലേ? ബി ആന്റിജൻ ആയിരിക്കും. അപ്പോൾ ബ്ലഡിൽ ഏത് ആന്റിബോഡി ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ആന്റി എ ആന്റിബോഡി അല്ലേ? കാരണം ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ അവർക്ക് ഒന്നും ഉണ്ടാവില്ല, ആന്റിജൻ എ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ബി പോസിറ്റീവ് ആവുന്നത് അല്ലേ? അപ്പോൾ ബ്ലഡിൽ ഏത് ആന്റിജൻ ഉണ്ടാവുക, സോറി ആന്റിബോഡി ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ആന്റി എ ആന്റിബോഡി. ആന്റി ബി ഉണ്ടായി കഴിഞ്ഞാൽ ആന്റിജനും ആന്റിബോഡി റിയാക്ട് ചെയ്യും അല്ലേ? അത് ഉണ്ടാവാൻ പാടില്ല. സോ ദർ വിൽ ബി വാട്ട്? ആന്റി എ ആന്റിബോഡി. അപ്പോൾ ഈ ആന്റി എന്റെ അഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡി എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി എ പെന്റാമർ. ഓക്കെ, പെന്റാമർ. പിന്നെ എം ആണ്, ഇറ്റ് ഇസ് ബിഗ് ഇൻ സൈസ്, ഇറ്റ് ഇസ് മാക്രോ, സോ ഇറ്റ് കനോട്ട് ക്രോസ് പ്ലാസെന്റ. ഓക്കെ, ബ്ലഡിൽ തന്നെ കാണും, പ്ലാസെന്റ ക്രോസ് ചെയ്ത് ബേബിക്ക് എത്തില്ല. ഓക്കെ, ഡ്യൂറിങ് പ്രഗ്നൻസി. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ്. സോ എന്തൊക്കെ പറഞ്ഞ it is the antibody which is produced when there is a infection അല്ലെ? ഫസ്റ്റ് ആന്റിബോഡി ടു ബി പ്രൊഡ്യൂസ്ഡ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ ലൈഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ആന്റിബോഡിയും കൂടിയാണ് എന്ത്? IgM എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ് സിസ്റ്റം അല്ലെ? ഇറ്റ് ഇസ് മോസ്റ്റ് പൊട്ടന്റ് ഇൻ ഡൂയിങ് ദാറ്റ്. പിന്നെ എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ആസ് എ പെന്റാമർ ബൈ പ്ലാസ്മ സെൽസ്. പക്ഷെ ബി സെൽസിന്റെ സർഫസിൽ അവർ എന്തായിട്ട് നിൽക്കുക? ദേ ആർ പ്രസന്റ് ആസ് മോണോമർ. ഓക്കെ, പിന്നെന്താ പറഞ്ഞ? വി സെഡ് ABO ബ്ലഡ് ടൈപ്സിൽ വരുന്ന ആന്റിബോഡീസ് ഏതാണ്? IgM ടൈപ്പ് ആണ്. പിന്നെ ബിക്കോസ് ഇറ്റ് ഇസ് മാക്രോ, ഇറ്റ് ഇസ് ബിഗ് ഇൻ സൈസ്, ഇറ്റ് കനോട്ട് ക്രോസ് പ്ലാസെന്റ. ഓക്കെ, നെക്സ്റ്റ് ഇസ് IgE. ഓക്കെ, IgE ത്രീ തിങ്സ്. അലർജിക് റിയാക്ഷൻസിൽ കൂടെ നിൽക്കുന്ന ഒരു ആന്റിബോഡിയാണ് IgE, റൈറ്റ്? സോ യൂഷ്വലി സെറത്തിൽ അത് എന്തായിരിക്കും? അതിന്റെ ലെവൽ വളരെ കുറവായിരിക്കും. ഇറ്റ് വിൽ ബി ഇൻ ട്രേസ് അമൗണ്ട്സ്. ഓക്കെ, വെരി ലെസ്, റൈറ്റ്? വെരി ലെസ്. പക്ഷെ അലർജി വരുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ലെവല് കൂടും. ഓക്കെ, ഇൻ ദ ബ്ലഡ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. അലർജിക് റിയാക്ഷൻസ്, ഫോർ എക്സാമ്പിൾസ്, ഇപ്പോൾ ഒരാൾക്ക് ഡ്രഗ് അലർജി ഉണ്ടെന്ന് വെക്കാം, ഓർ ഫുഡ് അലർജി. ഓക്കെ, ഫോർ എക്സാമ്പിൾ പീനട്ട് അലർജി, റൈറ്റ്? പീനട്ട് അലർജി ഉള്ള പേഷ്യൻ്റ് എന്ന് വെക്കാം. ഫസ്റ്റ് ടൈം അയാൾ പീനട്ട് കഴിക്കുന്ന സമയത്ത് ഫോർ ദ ബോഡി ഇറ്റ് ഇസ് ഫോറിൻ അല്ലെ? ഫോറിൻ. സോ എന്ത് ചെയ്യും? ബോഡി എന്ത് ചെയ്യും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വിച്ച് ആന്റിബോഡി? IgE പ്രൊഡ്യൂസ് ചെയ്യും. ഈ IgE ഇല്ലേ, അതെന്താ ചെയ്യുക? ഇറ്റ് ഗോസ് ആൻഡ് ബൈൻഡ്സ് ടു ബേസോഫിൽസ് ആൻഡ് മാസ്റ്റ് സെൽസ്. ഏതൊക്കെ സെൽസ്? ബേസോഫിൽസ് ആൻഡ് മാസ്റ്റ് സെൽസ്. ബേസോഫിൽസും മാസ്റ്റ് സെൽസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? അത് ബൈൻഡ് നിൽക്കും യൂസിങ് FC റീജിയൻ. ഓക്കെ, FC റീജിയൻ. ഫാബ് റീജിയൻ എന്താണ്? ഇറ്റ് ഇസ് ഫ്രീ അല്ലെ? ഇതിന്റെ നമ്മൾ എന്താ പറയാ? സെൻസിറ്റൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരാൾക്ക് അലർജൻ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? വി ഡോണ്ട് സീ അലർജിക് റിയാക്ഷൻസ്. ഫസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻസ് ഇസ് സിന്തസിസ് ഓഫ് ദി ആന്റിബോഡി. Antibody goes and binds to the basophils and mast cells, causing sensitization. Okay, sensitization ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സ്പോഷറിൽ എന്തുണ്ടാവും? അതേ അലർജൻ വരുമ്പോൾ അല്ലെ? അതേ അലർജൻ വരുമ്പോൾ അത് എന്ത് ചെയ്യും? നിങ്ങളുടെ ഫാബ് റീജിയനിൽ പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, ഫാബ് റീജിയനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ബേസോഫിൽസിലുള്ള ഗ്രാനുൾസും അതേപോലെ തന്നെ മാസ്റ്റ് സെൽസിലുള്ള ഗ്രാനുൾസിലൊക്കെ എന്ത് നടക്കും? ഡീഗ്രാനുലേഷൻ നടക്കും. ഓക്കെ, ഈ ഗ്രാനുൾസിൽ മെയിൻ ആയിട്ട് എന്താ ഉള്ളത്? ഇറ്റ് ഇസ് histamine, right? Histamine in the cause it causes vasoconstriction and vasodilation. Okay, vasodilation കാരണം എന്തുണ്ടാവും? There will be decrease in BP. Okay, പിന്നെ എന്തുണ്ടാവും? Bronchoconstriction ഉണ്ടാവും. Bronchoconstriction ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുക? There will be difficulty breathing അല്ലെ? ഡിഫിക്കൽട്ടി ബ്രീത്തിങ്. ഓക്കെ, അതുകൂടാതെ there will be itching, everything അല്ലെ? നമുക്ക് പൊതുവെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താ കൊടുക്കുക? ആന്റിഹിസ്റ്റമിൻസ് കൊടുക്കുക അല്ലേ? ദാറ്റ് ഇസ് ദ റീസൺ വൈ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിയാക്ഷനിൽ വിച്ച് ഡ്രഗ് ഡു വി ഗിവ്? വി ഗിവ് adrenaline, which is a life saving drug. ഇമ്പോർട്ടൻ്റ് ആണ്. which is a life saving drug? it is adrenaline. Okay, adrenaline. why? because adrenaline ഹിസ്റ്റമിൻ എന്താണോ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാ ചെയ്യുക. ഹിസ്റ്റമിൻ എന്താ ചെയ്യുക? it causes vasodilation. adrenaline causes vasoconstriction. BP increases. ഹിസ്റ്റമിൻ എന്താ ചെയ്യുന്നത്? it causes bronchoconstriction, difficulty breathing. Adrenaline causes bronchodilation, so it eases the breathing. Okay, അപ്പോൾ that's why we call adrenaline as physiological antagonist of histamine also. Okay, physiological antagonist എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി തന്നെ ഉള്ള ഒരു എന്താണ്? ഹിസ്റ്റമിന്റെ ആക്ഷന് ഒപ്പോസ് ചെയ്യുന്ന ഒരാൾ അല്ലെ? നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ള ഒരാളാണ് adrenaline. So it is a life-saving drug in type 1 hypersensitivity where we see increased level of IgE. Okay, IgE. So type 1 hypersensitivity. See, there are many different types of hypersensitivity reaction. That's a very topic then, but information there are 4 different types. Okay, type 1, type 2, type 3 and type
4. ഇതിൽ ആദ്യത്തെ 3 are antibody mediated. Antibodies അല്ല പഠിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് കൂടി പഠിച്ചു വെക്കാം. Right? So type 1 ഏതാ? It is IgE. Right? Type 2 IgG and IgM. Right? Type 3 ഏതാ? It is IgG and again IgM. Type 4 is not antibody mediated, it is cell mediated. ഏത് സെല്ല? T cell mediated. Okay, T cell mediated. അപ്പോൾ allergic reactions you will see a high level of IgE, type 1 hypersensitivity. വേറെ പേരാണ് immediate hypersensitivity reaction. Okay, അതിലും എന്താണ്? There will be high levels of IgE. പിന്നെ വരുന്നത് parasitic infections. ഇപ്പോൾ ഒരാൾക്ക് parasite ഉണ്ടെന്ന് വെക്കുക in the body, then helminths ഒക്കെ ഉണ്ടെങ്കിൽ there will be what? Increase in IgE levels. Okay, the least important one is IgD, right? Present in 0.2% only, right? IgE വളരെ കുറവാണ്, ട്രേസ് ആണ്. IgD എത്രയുണ്ട്? 0.2 ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് IgG ആണ്. Okay, IgG ആണ്. Okay, എവിടെയാ IgD കാണപ്പെടുന്നത്? It is present on B cell surface like your IgM. Okay, IgM. B cell surface റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്താ? ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ആന്റിജൻ വരുമ്പോൾ ബി സെൽ ആക്ടിവേറ്റ് ആവും, പ്ലാസ്മ സെൽസ് ആയി മാറും, പ്ലാസ്മ സെൽസ് എന്ത് ചെയ്യും, പിന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ബി സെൽ ആക്ടിവേഷൻ ഇറ്റ് ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. ഓക്കെ, കോംപ്ലക്സ് പ്രോസസ്. അപ്പോൾ ആ പ്രോസസ്സിൽ ആർക്കും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്? IgD. ഓക്കെ, IgD. Let's revise. IgG, most abundant antibody, right, present mainly in the blood serum. Long-term immunity, it will tell you about chronic infections and vaccination status. Okay, placenta cross potential under, so it gives the baby passive immunity. Opsonization നടത്തും, causing enhancing phagocytosis. അതേപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യും, ആരെ? കോംപ്ലിമെന്റ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ട്, but not as potent as IgM. Right? Then you have IgA, right? എവിടെയുള്ളത്? മ്യൂക്കോസൽ സെക്രീഷൻസിലാണ് അല്ലെ മെയിൻലി ഉള്ളത്. അപ്പോൾ സലൈവയിൽ കാണും, നിങ്ങളുടെ ട്രക്യോബ്രോങ്കിയൽ സെക്രീഷൻസിൽ കാണും, ഗാസ്ട്രോഇന്റെസ്റ്റൈനൽ സെക്രീഷൻസിൽ കാണും, മിൽക്കിലുണ്ട് അല്ലെ. മിൽക്കിലൂടെ ബേബിക്ക് കിട്ടും അല്ലെ, when the baby is born. So it is mainly present in colostrum. The first milk, right, gives the baby ഏത് type of immunity? Passive immunity അല്ലെ. Passive immunity, first line defense ആണ് providing it, right? Then you have IgM, the big one, cannot cross placenta, right? First antibody which body produces when there is a infection of ആദ്യം produce ചെയ്യുന്നത് IgM ആണ് അല്ലെ, primary response, right? പിന്നെ വരുന്നത് നമ്മുടെ ബോഡി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാ? IgM തന്നെയാണ് അല്ലെ, fetal life. Then എങ്ങനെ പ്ലാസ്മ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലൈക്ക് pentamers, right? Pentamer, all are joined by means of disulfide and J chains. Disulfide bonds J chains. Okay, right. It is most potent in activating your complement system. പിന്നെ ABO blood grouping antibody ഏത് type ആണ്? It is IgM type. Okay, helps in early detection of infections. Then IgE, okay, which is also called reagent. Okay, ഇതിന് വേറെ പേരാണ് എന്ത്? Reagent എന്നും പറയാറുണ്ട്, right? Okay, so it is involved in allergic reactions, the parasitic infections. Its levels will be high in what type of hypersensitivity? Type 1 hypersensitivity. Okay, പിന്നെ വരുന്നത് IgD ആണ്, 0.2% ആണ്. മെയിൻ ഫംഗ്ഷൻ എന്താ? ബി സെൽ ആക്ടിവേഷൻ. Okay, questions നോക്കാം to see how much you have understood the topic. Okay, now which of the following immunoglobulin is most abundant in human serum? ഏതാ? Video pause ചെയ്തിട്ട് take your time and then give the answer. Okay, it is IgG, 75 to 80%. Which immunoglobulin is primarily responsible for mucosal immunity? First line defense. It is IgA. Okay. Which class of immunoglobulin is first to be produced in response to an infection? For infection, like on your first down the antibody. Yes, it is IgM. Later on down the chronic infections, it will be IgG. Yes. Which immunoglobulin is involved in allergic reactions? Allergic reactions in down. It is IgE. For IgE, allergic reactions and parasitic infections. Which immunoglobulin can cross the placenta and provide passive immunity to the fetus? Placenta ne cross ചെയ്യാൻ potential അതാണ് ഇത് gestation അല്ലേ, IgG. Yes.
Okay, the immunoglobulin that has the highest valency. Number of antigen binding sites. ഇപ്പൊ നമ്മൾ ഒരു ഇമ്യൂണോഗ്ലോബുലിൻ എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ട്? 2 ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട് അല്ലെ, ഫാബ് റീജിയൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതിനാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇപ്പൊ നമ്മൾ IgA എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ഉണ്ടാവും? 2 ആന്റിബോഡിയും കൂടി ചേർന്നല്ലേ, അപ്പൊ അതിന് എത്രയുണ്ട്? 4 ഉണ്ട് അല്ലെ. അപ്പൊ IgAക്കാണെങ്കിൽ 4 ഉണ്ട്, IgGക്കാണെങ്കിൽ എത്രയാ? 2 ഉള്ളൂ. IgGക്കും അതുപോലെ 2 ഉള്ളൂ. IgM എന്താ? ഇറ്റ്സ് എ പെന്റാമർ അല്ലെ. എത്ര ഉണ്ട്? we have 5 units അല്ലെ. 5 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എത്രയുണ്ട്? 2 വെച്ചുണ്ട്. സോ ടോട്ടൽ എത്ര ഉണ്ടാവും? 10. So Ig has got 10. Okay, 10 antigen binding sites. So answer is IgM. Which immunoglobulin is mainly involved in primary immune response? Primary means the first one. Answer is IgM. Which of the following immunoglobulins can activate the complement system most efficiently? Most efficient at RNA. Is it IgG or IgM? It's IgM. Most potent. Which immunoglobulin is most commonly deficient in humans? Humans ഏറ്റവും കുറവുള്ളത് ഏതാ? കുറവുണ്ടാവാൻ ചാൻസ് അതേതാ? It is IgA. Selective IgA deficiency is possible. Which of the following immunoglobulins bind to mast cells and basophils, leading to histamine release? Mast cells ഉം basophils ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് ആരാ? It is IgE അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ഒരു അലർജൻ വരുമ്പോൾ ബോഡി എന്ത് ചെയ്യും? IgE പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? മാസ്റ്റ് സെൽസും ബേസോഫിൽസ് ആയിട്ട് പോയി ബൈൻഡ് ചെയ്ത് നിൽക്കും. Later on second exposure, these antigen go and bind to the Fab region. IgE in the Fab region will be binded because degranulation from mast cells and basophils leading to histamine release. Okay. The answer is IgE. Immunoglobulin involved in parasitic infection. Easy, no? It is IgE. Which immunoglobulin is increased in chronic infections? Chronic infection ഉണ്ടാവുമ്പോൾ ഏതാ increase ആവുന്നത്? It is IgG. Yes. Okay. Which of the following is not a characteristic of IgE? First one, it binds to mast cells and basophils, plays a major role in parasitic infections. It is most abundant immunoglobulin in serum. It mediates immediate hypersensitivity reactions. Mast cell at bind ചെയ്യാറുണ്ടോ? It does, right? So this is true. It plays a major role in parasitic infections. Parasitic infections involved. Yes, it is. It is the most abundant immunoglobulin in serum. എത്ര മാത്രം IgE ഉണ്ട്? Trace ഉള്ളൂ അല്ലെ. അപ്പൊ least amount ആണ്, അല്ലാണ്ട് എന്തല്ല. It is not the most abundant. Right? It mediates immediate hypersensitivity reaction. Immediate is your type 1. അല്ലെ. Type 1 involved ആയിട്ടുള്ളതാണ് ഒരു IgE. So this is also true. So which one is false? Your C option. So this was the video. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ you can call us for more details. Thank you.